ഇതെല്ലാം നമ്മൾ ജഗതീശ്വരനായ പരമേശ്വരനായ ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കണം. സന്യാസമൽപര, അതിൻ്റെ മുകളിലൊന്നും തന്നെയില്ല. അനന്യേ സന്യാസ 100% സർവം കൃഷ്ണാർപ്പണമസ്തു. അനന്യേ നൈവയോഗേന ഏകാന്തഭക്തി, ഏകാന്തഭക്തി, ഏകാന്തഭക്തി കൊണ്ട് എനിക്ക് എൻ്റെ ജീവൻ കൃഷ്ണനാണ്, എൻ്റെ പ്രാണൻ കൃഷ്ണനാണ്, എൻ്റെ പരമാത്മാവ് കൃഷ്ണനാണ്, ഞാൻ കൃഷ്ണനാണ്, ഞാൻ കൃഷ്ണനിൽ നിന്നും വന്നതാണ്, കൃഷ്ണനായി ജീവിക്കുന്നു, കൃഷ്ണനിൽ എനിക്ക് ലയിച്ചു ചേരണം. അതിന് വേറൊരു സ്ഥലത്ത് കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, വ്യവസായാത്മിക ബുദ്ധി ഏകഹ കുരുനന്ദന. വ്യവസായാത്മിക ബുദ്ധി, ബുദ്ധിയെ ഷാർപ്പ് ചെയ്ത് ഏകാഗ്രമാക്കിക്കൊണ്ട് നടക്കണം. അപ്പോഴോ സൂര്യ തേജസ് ആകാശത്ത് ജ്വലിക്കുന്നത് പോലെ നമ്മുടെ വ്യക്തിത്വം ജ്വലിക്കാൻ തുടങ്ങി. അപ്പോഴോ എന്താണ് തുടങ്ങിയത്? അനന്യേ നൈവയോഗേന, എന്നിൽ നിന്നും അന്യനല്ലാത്ത ഗുരുവായൂരപ്പനെ. ഗുരുവായൂർ പോവുക, തൊഴുക, ഭഗവാനെ ആവാഹിക്കുക. വിഗ്രഹത്തിലേക്ക് ആ തന്ത്രി ആവാഹിച്ചതുപോലെ, വിഗ്രഹത്തിലേക്ക് മേശാന്തി ആവാഹിച്ചതുപോലെ വിഗ്രഹത്തിൽ നിന്നും നമ്മൾ ആവാഹിക്കുക. എങ്ങനെയാണോ വൈദ്യുതി പവർ ബാങ്കിനകത്തോട്ട് ആവാഹിക്കുക, പവർ ബാങ്കിനകത്ത് നിന്ന് മൊബൈലിനകത്തോട്ട് എടുക്കുന്നത്, ഇതുപോലെ തന്ത്രിയുടെ ഹൃദയത്തിൽ നിന്നും, ഹൃദയ കമലത്തിൽ നിന്നും, ഹൃദയ ഗുഹാക്ഷേത്രത്തിൽ നിന്നും ഗുരുവായൂരപ്പ വിഗ്രഹത്തിലോട്ട് ആവാഹിച്ചത്. ആ ഗുരുവായൂരപ്പ വിഗ്രഹത്തിൽ നിന്നും ആ ചൈതന്യം നമ്മളിത് ആവാഹിക്കണം. ഇതെനിക്ക്